ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾക്കറിയാൻ പറ്റിയത് ഏകദേശം 9 ബ്രാഹ്മണ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഇവിടെ നിലകൊണ്ടത്. അവരുടെ കുടുംബങ്ങൾ ഓരോന്നായി നശിച്ചു പോകുകയും ചിലവ അന്യം നിൽക്കുകയും ചെയ്തപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ രാജഭരണത്തിന് കീഴിലേക്ക് ക്ഷേത്രം കൈമാറി. അതിനുശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അത് ഏറ്റെടുക്കുകയും 1936 അവരുടെ നേതൃത്വത്തിൽ ഒരു ചുരുക്കുപണി നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നിലയിലുള്ള ക്ഷേത്രം വന്നത്. വലിയ ക്ഷേത്രമായിരുന്നു, സാമാന്യം വലിപ്പമുള്ള ക്ഷേത്രമായിരുന്നു. ഇതിൻ്റെ ബലിക്കലും അതുപോലെ മണ്ഡപവും ശ്രീകോൽത്തറയും ഒക്കെ പരിശോധിച്ചാൽ നമുക്കതറിയാൻ കഴിയും. ഇപ്പോൾ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 47 കോല് ചുറ്റളവിലുള്ള ശ്രീകോൽത്തറയും അതിൻ്റെ മുകളിൽ 58 അടിയോളം ഉയരമുള്ള 3 നിലകളുള്ള വട്ടശ്രീകോവിലും. 3 നില വട്ടശ്രീകോവിൽ ലോകത്ത് വേറെ എങ്ങുമില്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പോൾ ആദ്യത്തെ 3 നില വട്ടശ്രീകോവിൽ ക്ഷേത്രം ശിവക്ഷേത്രം അണ്ണല്ലൂരിൽ ഉയരുകയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ശിവലിംഗം കഷണങ്ങളായി പൊട്ടുകയും അവയിൽ കുറേ എണ്ണം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. 2015 ലഭ്യമായ ശിവലിംഗ കഷണങ്ങൾ വെച്ചുകൊണ്ട് അതിനെല്ലാം കൂടി കവർ ചെയ്തുകൊണ്ട് ഒരു വെള്ളി ശിവലിംഗം നിർമ്മിക്കുകയും അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇപ്പോൾ വെള്ളിയിലുള്ള ശിവലിംഗമാണ് കാണുക. സ്ഫടികം എന്ത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് നമ്മൾ കെട്ടി വച്ചിരിക്കുകയാണ്. സ്ഫടികശില ശിവലിംഗം ഉള്ളതുകൊണ്ടാണ് സ്ഫടിക മഹാദേവ ക്ഷേത്രം എന്ന പേര് തന്നെ വന്നത്.